സെൻറ് തോമസ് മിഷൻ സ്കൂൾ ലക്നൗ 1992 മാർച്ച് മാസം 31 തീയതി തുടങ്ങിയ ഇനാഗ്രേറ്റ് ചെയ്ത സ്കൂളാണ് ഇന്ന് ഒരു ബൃഹത്തായ ലക്നൗവിലെ മറ്റ് സ്കൂളുകളെ കോമ്പീറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സ്കൂളായിട്ട് വളർന്നിട്ടുള്ളത്. ഇതെനിക്ക് അഭിമാനം. ഞാൻ ഇത് തുടങ്ങിയ സ്കൂളായതുകൊണ്ട് വളരെ അഭിമാനം. ഇന്ന് 33 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഈ സ്കൂളിൻ്റെ വളർച്ച കാണുവാനും ഈ സ്കൂള് തുടങ്ങിയ വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ ആദരിക്കാനും ഇവർ കാണിച്ച ആ ഒരു സന്മനസ് അത് ഹൃദയത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇന്ന് സ്കൂളിൻ്റെ ആനിവേഴ്സറിയാണ്. ഇവർ ഈ ആനിവേഴ്സറിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് ആ ഹാളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആനിവേഴ്സറി നടത്തുന്നിടത്തേക്ക് വരുന്ന എൻട്രൻസാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്ന് നോക്കാം. എന്ത് മനോഹരമായി ആണ് ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറി നടത്തുവാനായിട്ട് ഇവർ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത്രയും ബൃഹത്തായ ആനിവേഴ്സറിക്ക് വേണ്ടി ഉള്ള ഒരു ക്രമീകരണം സത്യത്തിൽ സ്കൂളുകളിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് മനോഹരമാണ്. ഇത്രയും ഒരു 2000 പേർക്ക് ഇരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റേജാണ് ഇത്. ആനിവേഴ്സറിക്കുള്ള സ്റ്റേജാണ്. ഇവിടെ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഡൽഹി ഡയസസിൻ്റെ മെത്രാപ്പോലീത്ത അഭിമന്യ യോഹാനോൻ മാർ ദിമത്രിയോസ് തിരുമേനിയാണ് ഈ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത്. അതുപോലെ UP ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ധാരാളം പേർ ഇന്നിവിടെ വന്ന് സംബന്ധിക്കുന്നതാണ്. ഈ വലിയൊരു മീറ്റിങ്ങിൽ ഈ സ്കൂൾ തുടങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു ഫങ്ഷൻ അതിൽ ഒരു അതിഥിയായി വിളിച്ചെന്ന് പറയുമ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയാമോ. ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ഈ സ്കൂൾ വളർന്നു വരട്ടെ. മലങ്കര സഭയ്ക്ക്, ഡൽഹി ഭദ്രാസനത്തിന് ഒരു അഭിമാനമായിട്ട് തീരട്ടെ.